നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യം കടുപ്പിച്ചുകൊണ്ടുള്ള ലീഗിന്റെ നിലപാട് മുന്നണി മാറ്റത്തിനുള്ള നിലമൊരുക്കൽ കൂടിയാകാനുള്ള സാധ്യത. മൂന്നാം സീറ്റില്ലെങ്കിൽ പരസ്യമായി പ്രതിഷേധിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. UDF യോഗം ബഹിഷ്കരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്നും ലീഗ് നിലപാടിൽ കോൺഗ്രസിനും സമ്മർദ്ദത്തിലായിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം ഇനിയും തുടർന്നിട്ട് ലീഗിന് പ്രയോജനമില്ല എന്നത് അണികളെ കൂടി ബോധ്യപ്പെടുത്തി അതുവഴി മുന്നണി മാറ്റത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും ഉയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം ഉയരാറുണ്ട്. ഇത്തവണയും വിവാദം ശക്തമാണ്. ലീഗിലെ പ്രബലരായ നേതാക്കളിൽ പലരും സ്വപ്നം കാണുന്ന മുന്നണി മാറ്റത്തിന് അനുകൂലമായ സാഹചര്യം പാർട്ടി അണികൾക്കിടയിൽ രൂപപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് വർഷങ്ങളായി തങ്ങളുയർത്തുന്ന മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഇനിയും അംഗീകരിക്കാത്ത കോൺഗ്രസിനൊപ്പം നാം ഇനിയും തുടരേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വികാരം അണികൾക്കിടയിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നേരത്തെ ബഹുഭൂരിപക്ഷം അണികളും എതിർക്കുന്നത് കൊണ്ട് തന്നെ നേതാക്കൾ മാത്രം വിചാരിച്ചാൽ ഇടതുപക്ഷത്തേക്കുള്ള നീക്കം ലീഗിന് അത്ര എളുപ്പമായിരുന്നില്ല. അണികളെ കൂടി പാകപ്പെടുത്തി അതിലേക്കുള്ള വഴിവെട്ടൽ പ്രക്രിയയുടെ ആദ്യ ഭാഗങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ഇത്തവണത്തെ മൂന്നാം സീറ്റ് വിവാദമെന്നാണ് നിരീക്ഷണങ്ങൾ. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടും അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകാതെ ലീഗിനെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന പരാതിയും ലീഗിന് നേരത്തെ തന്നെയുണ്ട്. അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടും മൂന്നാം സീറ്റ് നൽകാത്ത കോൺഗ്രസിന്റെ നിലപാടിൽ ലീഗിനകത്ത് ഒരു വിഭാഗത്തിന് കനത്ത അമർഷവുമുണ്ട്. കോൺഗ്രസ് ലീഗിനെ അവഗണിക്കുന്നു എന്ന ഈ വികാരം ആളിക്കത്തിച്ച് പ്രവർത്തകരിലേക്ക് കൂടി എത്തിച്ചാൽ മുന്നണി മാറ്റം എന്നത് പാർട്ടിയുടെ പൊതു ആവശ്യമായി ഉയർന്നു വരുമെന്നതാണ് ഇപ്പോഴത്തെ മൂന്നാം സീറ്റ് വിവാദത്തിന്റെ പിന്നിലെ ചാണക്യതന്ത്രം എന്നതാണ് ഉയരുന്ന നിരീക്ഷണങ്ങൾ. കോൺഗ്രസിന്റെ അവഗണന ഒരു ഭാഗത്തും CPM മുന്നോട്ട് വയ്ക്കുന്ന ഓഫറുകൾ മറുഭാഗത്തും വരുമ്പോൾ മുന്നണി മാറ്റം ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാകുമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൽ ചിലരുടെ കണക്കുകൂട്ടൽ.